ഓറൽ സെക്സ് എന്ന് പറയുമ്പോൾ 69 എന്ന ഒരു പൊസിഷനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പരക്കെ പ്രചാരത്തിലുള്ളത്. പക്ഷെ ശരീരഘടനയുടെ പ്രത്യേകത അനുസരിച്ച് എല്ലാവർക്കും 69 എന്ന പൊസിഷൻ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ 69 എന്ന പൊസിഷൻ സ്വീകരിക്കുന്ന സമയത്ത് ഒരേ സമയം പങ്കാളികൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഉത്തേജനം ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും ലൈംഗിക അവയവങ്ങളും വായും വൃത്തിയാക്കേണ്ടത് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടുള്ളതല്ല. അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു ഫോർ പ്ലേയിലൂടെ വചനസുരതം ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള ഫോർ പ്ലേ ഉണ്ട്. അത്തരത്തിൽ ഫോർ പ്ലേ ചെയ്ത് പങ്കാളികൾക്ക് പരസ്പരം ഉത്തേജനം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. 69 എന്നുള്ള ഒരു പൊസിഷൻ അല്ലാത്ത വചനസുരതം ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു പങ്കാളിക്ക് മാത്രമായിരിക്കും, ഒരാൾക്ക് മാത്രമായിരിക്കും ഉത്തേജനവും സംതൃപ്തിയും ഒരു സമയത്ത് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പങ്കാളികൾക്ക് മടിയും നാണവും അറപ്പും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ കാണപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 69 തന്നെയാണ് വചനസുരതത്തിലെ ഏറ്റവും മികച്ച പൊസിഷൻ എന്ന് നമുക്ക് പറയാം. മറ്റു ലൈംഗിക രീതി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളിയുടെ സമ്മതം നിർബന്ധമാണ് എന്നതുപോലെ തന്നെ ഈ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്തും പങ്കാളിയുടെ സമ്മതവും താല്പര്യവും നമ്മൾ കണക്കാക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ പങ്കാളിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒരു കാരണവശാലും അവരെ നിർബന്ധിക്കാൻ പാടുള്ളതല്ല.